നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വൺ വിന്നിൽ ഗെയിം കളിക്കുക എന്നുള്ള ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞുതരാം. സാധാരണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജിൽ വരുന്നത് അത് തന്നെയാണ്, എങ്ങനെയാണ് ഇത് ക്യാഷ് ഔട്ട് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഇത് കളിക്കുക എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്താലൊന്നെങ്കിൽ ഏവിയേറ്റർ എന്നുള്ള ഗെയിം കാണാൻ പറ്റും. സ്പ്രൈബ് എന്ന് അതിൻ്റെ താഴത്തിന് എഴുതി ഉണ്ടാകും റെഡിൽ. അതാണ് നമ്മൾ പൊതുവേ കളിക്കുന്നത്. അല്ലെങ്കിൽ ലക്കി ജെറ്റ്, റോക്കറ്റ് ക്യൂ, ഇതിലേതാണോ നമ്മൾ ഗ്രൂപ്പിലിടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വൺ വിന്നിൽ മാത്രമാണ് ആപ്ലിക്കബിൾ ആവുള്ളൂ, അല്ലാതെ മറ്റേതെങ്കിലും സൈറ്റിൽ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. എന്തായാലും ഇതെങ്ങനെ കളിക്കുകയെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിനകത്ത് ഡെപ്പോസിറ്റ് എന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വിഡ്രോ ആണെങ്കിൽ വിഡ്രോയുടെ സാധനം ഉണ്ടാകും. നിങ്ങളുടെ ഗെയിം ഐ ഡി ആണെങ്കിൽ നിങ്ങളുടെ നെയിമിനോട് ചേർന്നിട്ട് തന്നെ അവിടെ ഒരു ഐ ഡി എന്നുള്ള നമ്പറൊക്കെ കാണിച്ചിട്ടുണ്ടാകും. ഞാൻ സാധാരണയായിട്ട് എപ്പോഴും ഐ ഡി നമ്പറാണ് ചോദിക്കുക. ശരി, എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അതായത് ഈ പറയുന്ന ഗെയിമിൻ്റെ ഇത് മൂവ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ബേസിക് ലെവലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതാണ് റൗണ്ട് ഹിസ്റ്ററി. നമ്മളതിനെ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഹിസ്റ്ററി എന്നോ അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പഴയ റൗണ്ടുകൾ പോയതിൻ്റെ ഒരു 10 മുതൽ അത് നിങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഒരു 30 റൗണ്ട് ഒക്കെ അത് കാണിക്കും. അപ്പോൾ ഈ പ്രീവിയസ് ഹിസ്റ്ററിനെയാണ്, റൗണ്ട് ഹിസ്റ്ററിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക, ഗ്രാഫ് എന്ന രീതിയിൽ ഞാൻ എടുക്കുന്നത്. ഞാൻ ഗ്രൂപ്പിൽ പറയുന്നത് ഗ്രാഫ് നോക്കാനൊക്കെ പറയുമ്പോൾ നിങ്ങളുമായിട്ട് വേറെ ഒന്നുമല്ല, ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോരുത്തർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഹിസ്റ്ററിൽ കഴിഞ്ഞു പോയ ഒരു റൗണ്ടിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ റൗണ്ട് നമ്പറുകൾ, കുറേ നമ്പറും എത്രയാണ് പോയത്, ഏത് സമയത്താണ് പോയത്, ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് ബേസിക് കാര്യം. ഇനി ഇതിലെങ്ങനെയാണ് നമ്മൾ എമൗണ്ട് പ്ലേസ് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ അകത്തുള്ള ബേസിക് എമൗണ്ട് എന്ന് പറയുന്നത് 7 രൂപ മുതൽ നിങ്ങൾക്ക് 25,000 വരെ മാക്സിമം ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് എങ്ങനെ കളിക്കുക എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ക്യാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾ വച്ചിരിക്കുന്നത് അതേ ഇൻറ്റു നിങ്ങൾ ക്രാഷ് ഔട്ട് ചെയ്യുന്ന സമയത്തെ അല്ലെങ്കിൽ ആ പോയിൻറ്റിൻ്റെ വാല്യൂ എത്രയാണോ അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് ജനറേറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാൻ 1000 രൂപ വെച്ചു, 1000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈക്ക് ഇങ്ങനെ 1000 രൂപ വെച്ചു, 1000ത്തിന് ഞാൻ 2 എടുക്കുകയാണെങ്കിൽ 1000 ഇൻറ്റു 2, 2000 രൂപയായിരിക്കും നിങ്ങൾക്ക് റിസൾട്ടായിട്ട് ജനറേറ്റ് ചെയ്യുക. ഇതാണ് ഇതിൽ ചെയ്യുന്ന ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ എന്തായാലും ഫസ്റ്റത്തെ റൗണ്ട് പോയി, കാരണം ഇവിടെ ഓൾറെഡി ഗ്രാഫ് മോശപ്പെട്ടെന്നല്ല, ഒരു ആവറേജ് ഗ്രാഫാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാറുണ്ട്, ആവറേജ് ഗ്രാഫിൽ നിങ്ങൾ കളിക്കുക അല്ലെങ്കിൽ നല്ലൊരു ഗ്രാഫിൽ കളിക്കുക എന്നൊക്കെ ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ പറയാറുണ്ട്. ഈ ആവറേജ് ഗ്രാഫ് എന്താണ്, ബെറ്റർ ഗ്രാഫ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ കുറച്ചധികം സമയമെടുത്ത് ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്താൽ മാത്രമായിരിക്കും അവിടെ ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. സ്പെൻഡ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മനസ്സിലാവുക. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഒരു ക്യാഷ് ഔട്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴത്തെ വയ്ക്കുക, എടുക്കുക, ക്യാഷ് ഔട്ട് ചെയ്യുക, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു പോകാം. ഇപ്പോൾ ഇത് 1.87 പോയി. ഓക്കെ, ഇപ്പോൾ അടുത്തത് നോക്കാം. അടുത്ത് എന്തായാലും ഒരു 2 വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ 2 എടുക്കാം, ഓരോത്തിന് വെറുതെ ഞാൻ വേണമെങ്കിൽ മുകളിലേക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ക്യാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു പോയിൻറ്റിന് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഫിക്സ് ചെയ്യാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പോയിൻ്റൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. എവിടെയാണോ ഒരു 2 വരുന്നത് അവിടെ എടുക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇപ്പോൾ 2 മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ 2 മാത്രം എടുത്താൽ മതി. ക്യാഷ് ഔട്ട് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. നിങ്ങൾ എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് ആ രീതി തന്നെ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം താഴെ പോയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1.2 എടുക്കാം, 1.1 എടുക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇത് സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ക്യാഷ് ഔട്ട് പോയിൻറ്റുകളൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണോ സൂട്ടബിൾ ആകുന്നത് ആ സൂട്ടബിൾ ആകുന്ന പോയിൻറ്റിൽ എന്ത് ചെയ്യുക, ക്യാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 4 റൗണ്ട് വെച്ചു, 4 റൗണ്ടും പോയി. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, ഞാൻ ഒരു 2x മാത്രം എടുക്കാനായിട്ട്. എൻ്റെ ടാർഗറ്റ് അതാണ്. അതുകൊണ്ട് ഞാൻ 2x വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ 5 റൗണ്ടും പോയി. അപ്പോൾ അടുത്ത് എന്തായാലും കയറും എന്നുള്ളൊരു അസംഷനാണ് ബേസിക്കലി. ഇതിപ്പോൾ ഇവിടെ ഒരു 200 പോയി കിടക്കുന്നതുകൊണ്ട് ഗ്രാഫൊക്കെ ചിലപ്പോൾ ഓൾട്ടയിലാണ്, അതുകൊണ്ടിട്ട് മാറും. അപ്പോൾ 6 റൗണ്ടായി. ശരി, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് എത്രയിൽ ക്യാഷ് ഔട്ട് ചെയ്യണോ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഡ്രോ എടുക്കാം. ഇത് നമ്മൾ വിഡ്രോ എടുക്കുക എന്നാണ് പറയുക. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്, ഇപ്പോൾ 5 റൗണ്ട് 6 റൗണ്ട്, ഇത് മൊത്തം ലോവർ ഗ്രാഫിൽ ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത്
2ന് മുകളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 2-ലെടുക്കാം, 3-ലെടുക്കാം, 4-ലെടുക്കാം, 5-ലെടുക്കാം, 6-ലെടുക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നിങ്ങളുടെ ക്യാഷ് ഔട്ടിന് ഇക്വലൻ്റ് ആവുന്ന പോയിൻ്റ് ഏതാണോ അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് ഇവിടെ 7-ലാണ് അത് ക്യാഷ് പോയത്, അത് ഇങ്ങനെ പ്ലെയിൻ ക്രാഷ് ആകുന്നതിന് മുമ്പുള്ള ഏത് പോയിന്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഔട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ കളിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള ഗെയിമിംഗ് രീതി എന്ന് പറയുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ വലിയ സംഭവങ്ങൾ വേറെ സാധനങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് എവിടെയാണോ ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ക്യാഷ് ഔട്ട് ചെയ്യാമെന്ന് പറ്റുന്നത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാഷ് ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 11 ഒക്കെ ആയിരിക്കും പോവുക, ഇല്ല 11 പോയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത് ബേസിക്കലി കളിക്കാനായിട്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. കട്ട് ചെയ്തോ.